കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായവും പിന്തുണയും ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ചലച്ചിത്ര പ്രവർത്തകർ രംഗത്ത് വന്നു. വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് അഭിനേതാക്കളുടെ അഭ്യർത്ഥന. വയനാട്ടിനായി പ്രാർത്ഥന മാത്രം പോരെന്നും നമ്മൾ ഓരോരുത്തരും ഒന്നായി നിന്ന് പ്രവർത്തിക്കണമെന്നുമാണ് നടനും സംവിധായകനുമായ നാദിർ ഷാ പറഞ്ഞത്. രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും ദുരന്തത്തെ നേരിടാൻ നമ്മെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നും നടൻ ഉണ്ണി മുകുന്ദൻ കുറിച്ചു. വയനാട് ജില്ലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് അപകടബാധിതരെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര സുഖകരമാക്കാൻ എല്ലാവരും സഹായിക്കുക, അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുക, ഒരുമിച്ച് അതിജീവിക്കാം എന്നായിരുന്നു ഷെയ്ൻ നിഗമിൻ്റെ പോസ്റ്റ്. കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കുക, സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക, തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ നൽകിക്കൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള താരങ്ങൾ നേരത്തെ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിക്കാത്ത ദുരന്തമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായതെന്നും ദുരന്തഭൂമിയിൽ നിന്നുള്ള നടുക്കുന്ന ദൃശ്യങ്ങൾ വേദനയോടെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നും സംവിധായകൻ പത്മകുമാർ പ്രതികരിച്ചു. ജാതി മത വർഗ ഭാഷാഭേദങ്ങളില്ലാതെ ദുരന്തഭൂമിയിൽ കയ്യും മെയ്യും മറന്നു പൊരുതുന്ന ഓരോരുത്തർക്കും ഒപ്പം നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിൽക്കുന്നു. ജീവൻ തിരിച്ചുപിടിക്കാനാവില്ലെങ്കിലും പറ്റുന്നിടത്തോളം ജീവിതങ്ങൾ നമ്മൾ തിരിച്ചുപിടിക്കും. പ്രളയകാലത്തെ അതിജീവിക്കാൻ ഒന്നിച്ചു നിന്ന് പോരാടിയ ആ ഐക്യകേരളം നമ്മൾക്ക് മുന്നിലിതാ ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ആത്മാവിൽ നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ദുരന്തങ്ങൾ കണ്ടവരും അനുഭവിച്ചവരുമാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഏറ്റവും ഭീതിതമായ, സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിക്കാത്ത, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായത്. മരണസംഖ്യ 100ലും കവിഞ്ഞിരിക്കുന്ന വാർത്തയും ദുരന്തഭൂമിയിലെ നടുക്കുന്ന ദൃശ്യങ്ങളും കരൾ നുറങ്ങുന്ന വേദനയോടെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നഷ്ടങ്ങൾ എല്ലാം നഷ്ടങ്ങൾ തന്നെയാണ്. നൂറുകണക്കിന് ജീവിതങ്ങൾ പോലെ തിരിച്ചുപിടിക്കാനാവാത്തതാണ് ഒരു ജീവിതകാലം കഠിനാധ്വാനം ചെയ്ത് നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതായി തീർന്ന മനുഷ്യാവസ്ഥയും. എങ്കിലും സംഭവിച്ച മറ്റെല്ലാ ദുരന്തങ്ങളെയും പോലെ ഇതിനെയും അതിജീവിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് നമ്മൾ ഇപ്പോഴും എന്നായിരുന്നു പത്മകുമാറിൻ്റെ കുറിപ്പ്. തമിഴ്നാടൻ വിജയും സോഷ്യൽ മീഡിയയിലൂടെ വയനാടിന് അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും തൻ്റെ പ്രാർത്ഥനകൾ ദുഃഖിതരായ കുടുംബങ്ങൾക്ക് ഒപ്പമാണെന്നും ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്നും വിജയ് കുറിച്ചിരുന്നു. നടൻ്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയായിരുന്നു വിജയിയുടെ പ്രതികരണം. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ഉണ്ടായ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത് ഒരു മഹാദുരന്തമായി തന്നെ നിലനിൽക്കെ ആണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ചലച്ചിത്ര പ്രവർത്തകർ രംഗത്ത് എത്തിയിരിക്കുന്നത്.